മോങ്ങാനിരുന്ന പട്ടിയും തലയിൽ തേങ്ങ വീണ അവസ്ഥ കേട്ടിട്ടുണ്ട് ഗൈസ്. എന്നാ ആ അവസ്ഥ ഒട്ടയ്ക്കിപ്പോൾ നോമ്പില്ലെങ്കിലും നോമ്പുമ്പോൾ എന്തൊക്കെ കഴിച്ചെന്ന് കാണിച്ചില്ല ഗൈസ്. വാ, സമൂസിന്റെ കട്ട്ലേറ്റിന്റെ എണ്ണൊന്നും ഞാൻ എണ്ണല്ല, നിങ്ങൾ നെണ്ണിക്കോളിട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നോമ്പറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ഉണ്ടായിരുന്നു കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം ഗൈസ്, നിങ്ങൾ ആരൊക്കെ അങ്ങനെ പ്രാഗിക്കണം. അതിനെക്കൂടെ തലക്ക് ഈ സമയത്ത് ഒരു മേടം കിട്ടിയിട്ടില്ല. പക്ഷെ ഗൈസ് ഞാൻ തളരൂല ഞാൻ. പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്ന് പത്തിരാജ കഴിച്ചു. പത്തിരിന്റെ എണ്ണൊന്നും ഞാൻ എണ്ണല്ല, എങ്കിലും നെണ്ണിക്കോളിട്ടോ. പത്തിരിന്റെ കൂടെ നല്ല നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് കോഴി മുളകിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഒന്ന് വേറെ സെറ്റാക്കാൻ വേണ്ടി 2 പഴയോട് കുത്തിക്കറ്റിട്ടോ. പിന്നെ നേരെ പോയിട്ട് പ്രിങ്കിൾസ്, അതുപോലെ തന്നെ ഡയറി മിൽക്ക്, പിന്നെ ഈ ഒരു നൂഡിലെടുത്ത് കഴിച്ചായിരുന്നേ. പിന്നെ അൽഫാം ഉണ്ട് വീട്ടിൽ, ക്വാർട്ടർ അൽഫാം പെരിപെരിന്റെ പൊന്നും വേറെ ലെവൽ ടേസ്റ്റ് കിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കൊണ്ട് റെഡി ആയി നിൽക്കാട്ടോ. ഇനി പുറത്ത് പോയിട്ടാണ് ബാക്കി യുദ്ധം. നേരെ ഓവറുള്ള ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് ഒരു കോഫി ആണ് കുടിച്ച് സ്ട്രോങ് ആയിട്ട്. പിന്നെ അതിലേക്ക് ലോഡർ ഫ്രൈസ് ആണ് കഴിച്ചു. എൻ്റെ പൊന്നോ എന്ത് മനസ്സുഖം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാവബജി കഴിച്ചു. പാവബജിക്ക് ഭയങ്കര ഇഷ്ടമാണോ എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു ചോള ബട്ടർ കഴിച്ചു. 2 വലിയ പൂരിയുണ്ട്. എൻ്റെ വയറ് ചെറുതാണ്ടാവില്ല, 2 വലിയ പൂരി വേഗം കയറിയിട്ടോ. പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ട് കഴിച്ച് പിന്നെ സമൂസ കട്ട്ലറ്റ് ബാക്കിയിട്ട് ഞാനുള്ള വീട്ടിൽ കട്ട്ലറ്റ് ഒക്കെ ബാക്കി വന്നേ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ തിന്നോളല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ നോക്കുമ്പോൾ ചിക്കനും ചോറിൻ്റെ പൊന്നോ ചിക്കനും ചോറ് വെച്ചാൽ ഞാൻ മരിക്കും. അപ്പോൾ പിന്നെ 4-5 കോഴി ചോറും പിന്നെ കുറച്ച് ചിക്കൻ കൊണ്ടിട്ട് കഴിച്ചിട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു തറാവി കഴിഞ്ഞ് വന്ന് തിന്നാൻ വേണ്ടി വെച്ച ചോറായിരിക്കും. പക്ഷേ എനിക്കത് വിഷയമല്ലല്ലോ ഗൈസ്. എന്തായാലും എൻ്റെ വയറിൽ ഗ്യാപ്പുള്ളത്തോളം ഞാൻ കഴിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടക്കാൻ പോകട്ടെ. മുറി നല്ല വേദന ഗൈസ്, എന്താ ഭയങ്കര വേദന ഉണ്ട്. ഗുളിക ഓടിച്ച് കിടന്നുറങ്ങാൻ പോകട്ടെ. അപ്പോൾ ശരി, ബൈ.